ചെറിയ എന്തുണ്ട്, ഒരു അവ്യക്തത ഉണ്ട്. അങ്ങനെയല്ല മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത്. രണ്ടിലും ചില സാമ്യങ്ങൾ ഉണ്ടെങ്കിലും രണ്ടും രണ്ടായിട്ട് തന്നെയാണ്. അപ്പോ ഈ ഊത്ത് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നത് ഈ റുഖിയയിലാണ്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവ എന്ന ആ വലിയ വാള്യങ്ങളുള്ള ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യത്തിലെ 182-ാമത്തെ പേജിൽ അദ്ദേഹം ഇതിനെ വിശദീകരിച്ച് എന്താ അറിയാം, എന്താണ് ഈ പദത്തെ അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അർ-റുഖ എന്ന് പറഞ്ഞാൽ ബിമഅന തഅവീദ്, മന്ത്രിക്കൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രക്ഷ ചോദിക്കൽ എന്നാണ്. രക്ഷ ചോദിക്കൽ. വൽ ഇസ്തിർഖാഉ, ഇസ്തിർഖാ എന്ന് പറഞ്ഞാൽ മന്ത്രിക്കാൻ ആവശ്യപ്പെടുക, അതായത് ത്വലബുർ റുഖയ്യ, മന്ത്രിക്കാൻ ആവശ്യപ്പെടലാണ് ഇസ്തിർഖാ. പദങ്ങൾ അങ്ങനെ വിശദീകരിക്കുകയാണ്. നിങ്ങൾ അതിന്റെ പിന്നാലെ വല്ലാതെ കൂടണ്ട, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വായിച്ചു പോവുകയാണ്. എന്നിട്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, ഇതിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, വഹുവ മിൻ അൻവാഇ ദുആഇ, വഹുവ മിൻ അൻവാഇ ദുആഇ, പ്രാർത്ഥനയുടെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് മന്ത്രം. പ്രാർത്ഥനയുടെ ഇനങ്ങളിലാണ് ഏത് വരിക, റുഖയ്യ വരിക. അപ്പൊ രണ്ടും ഒന്നാണെന്നാ. ഒരു സംഗതി 3 ഇനുണ്ട് എന്ന് പറഞ്ഞാല്, 3 തരണ്ട് എന്ന് പറഞ്ഞാല് 3 1 എന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ അർത്ഥം കിട്ടും? അങ്ങനെ അർത്ഥം കിട്ടൂലല്ലോ. അപ്പൊ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നത്, ഈ റുഖയ്യ എന്ന് പറയുന്നത് വഹുവ മിൻ അൻവാഇ ദുആഇ, ദുആക്ക് ഒരുപാട് ഇനങ്ങളുണ്ട്. അപ്പോ പിന്നെ ദുആ തന്നെയാണെന്ന് പറയാൻ പറ്റില്ല, ദുആയുടെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ദുആയുടെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് ഏത്, മന്ത്രിക്കുക എന്നുള്ളത്. ഇനി കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോ ദുആയുടെ ഇനങ്ങളിൽപ്പെട്ട ഒന്ന്, ഇതിങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോ പിന്നെ റുഖയ്യ ദുആ തന്നെയാണ് എന്നത് അത്ര പിന്നെ ഒരു വ്യക്തമായ പ്രയോഗമല്ല എന്നോ, മറിച്ച് പിന്നെ ദുആയുടെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് റുഖയ്യ, മന്ത്രിക്കുക എന്നുള്ളതുമാണ് ആര് പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത്. കാരണം നിങ്ങൾ ഈ വിഷയം പോയിട്ട് വേറെ ആളോട് പോയി ചോദിക്കും, അത് ദുആയും മന്ത്രിക്കലൊക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ രോഗം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനക്കാണ് മന്ത്രിക്കുക എന്ന് പറയുന്നതും ദുആ ചെയ്യാന്ന് പറയുന്നതും സംഗതി ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോ, അല്ല ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മൂ ഫത്താവയിൽ വാള്യം 1 182-ാമത്തെ പേജിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. എന്റെ മേത്തേക്ക് വിഷയം ഇടരുതെന്ന് അർത്ഥം. ഇബ്നു തൈമിയ്യ എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇബ്നു തൈമിയ്യ പറഞ്ഞത് അത് ദുആയുടെ ഇനത്തിൽ പെടുന്ന ഒന്നാണ് ഏത്, മന്ത്രിക്കുക എന്നുള്ളത്. അപ്പോ ഇത് മാത്രല്ല, ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ചില സംഗതികൾ എന്താ വെച്ചാല്, പിന്നെ വേറെ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തിനാരോ, ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്ന വാദത്തിന് അത് പിന്നെ പ്രായോഗികമായൊരു വാദമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാ. ഇനി വേറെ ചില തെളിവുകൾ കൂടി എന്തിനത് രണ്ടും ഒന്നല്ല എന്നുള്ളതിന്. എന്താ തെളിവ്? റുഖയ്യ ആദ്യ കാലഘട്ടത്തില് ഹറാമായിരുന്നു. റുഖയ്യ മന്ത്രിക്കുക എന്നുള്ളത് ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയിരുന്നു, വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ് ഹദീസ്? അപ്പൊ റുഖയ്യ ആദ്യ കാലഘട്ടത്തിൽ വിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവ് വേണം. എന്താ തെളിവ്? തെളിവ് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു അറിയാലോ, വളരെ പ്രഗൽഭനായ സ്വഹാബിയാണ് ജാബിർ റളിയല്ലാഹു അൻഹു. ഒരുപാട് ഹദീസുകൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹാ വിരോധിച്ചു. എന്ത് വിരോധിച്ചു? അനി റുഖാ, മന്ത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. എന്നാ ചോദിക്കട്ടെ, പ്രാർത്ഥന ഏതെങ്കിലും കാലഘട്ടത്തിൽ വിരോധിച്ചിട്ടുണ്ടോ? രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന, അള്ളാഹിനോടുള്ള പ്രാർത്ഥന ഇസ്ലാമിന്റെ ഏതെങ്കിലും കാലഘട്ടത്തിൽ വിരോധിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ എങ്ങനെ ഇത് രണ്ടും ഒന്നാണ്? ഈ ഹദീസിലുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിരോധിച്ചു എന്നുള്ള ഹദീസിന്റെ ബാക്കി ഭാഗത്ത് അങ്ങനെ ഫജാഅലു അംർ ഇബ്നു ഹസം, അങ്ങനെ അംർ ഇബ്നു ഹസമിന്റെ കുടുംബം ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഫഖാലു, അവർ ചോദിച്ചു,
യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നഹു ഖാനത് ഇൻദനാ റുഖിയ്യ നർഖി ബിഹാ മിനൽ അഖറബി. ഞങ്ങളുടെ അടുത്തൊരു മന്ത്രമുണ്ടായിരുന്നു. എന്താണ് ആ മന്ത്രം? ഞങ്ങൾ തേള് കുത്തിയാൽ, അഖറബ് എന്ന് പറഞ്ഞാൽ തേള് എന്നർത്ഥം, തേള് കുത്തിയാൽ ഞങ്ങള് ആ മന്ത്രം ഞങ്ങൾ ചൊല്ലാറുണ്ട്. വൈന്നക നഹൈത അനിർ റുഖാ. അപ്പൊ അങ്ങനെ ഒരു സംശയം ചോദിക്കാനുള്ള കാരണം എന്താ? ഞങ്ങളടുത്ത് മന്ത്രം ഉണ്ടായിരുന്നു, തേള് കുത്തിയാൽ ഞങ്ങൾ അതിന് മന്ത്രിക്കാറുണ്ടായിരുന്നു, എന്നാൽ താങ്കൾ മന്ത്രം വിരോധിച്ചിരിക്കുന്നു എന്ന വാർത്ത കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്താണ് ഇപ്പൊ അതിന്റെ ഹുക്മ് എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി വന്നതാ. അപ്പൊ ഈ ഹദീസിൽ എന്ത് കിട്ടി? റുഖിയ്യ ഒരു കാലഘട്ടത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. രോഗശമനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, ദുആ ഇസ്ലാമിൽ ഒരു കാലഘട്ടത്തിലും നിരോധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഈ ഹദീസ് ഉദ്ധരിച്ച ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഅറളൂഹ അലൈഹി. അവരെന്ത് ചെയ്ത മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിച്ചു കൊടുത്തു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അറാ ബഅസൻ. ഈ മന്ത്രത്തിന് ഒരു കുഴപ്പമില്ലല്ലോ, ഒരു തകരാറില്ലല്ലോ, ഒരു തകരാറില്ല ഈ മന്ത്രത്തിന്. എന്നിട്ട് പറഞ്ഞു, മനിസ്തതാ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയൻഫഅഹു. എന്നിട്ട് ഒരു പൊതു തത്വം പഠിപ്പിച്ചു കൊടുത്തു. എന്താ? മനിസ്തതാ മിൻകും, നിങ്ങളിൽ ആർക്കാണോ സാധിക്കുന്നത്, അൻ യൻഫഅ അഖാഹു, തന്റെ സഹോദരന് ഉപകാരം ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് ആർക്ക് സാധിക്കുമോ, ഫൽയൻഫഅഹു, അവൻ ഉപകാരം ചെയ്തു കൊടുക്കട്ടെ. അപ്പൊ എന്താണ്? വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുത്തിട്ടേ ഉപകാരം, അതൊരു ഉപകാരമാണ് ഒരാൾക്ക് ചെയ്തു കൊടുക്കണം, വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാന്നുള്ളത്. അപ്പൊ വേറൊരാൾക്ക് മന്ത്രിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിന് തെളിവുകൾ ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ ഈ ഹദീസ് ഞാൻ ഉദ്ധരിച്ചത് എന്തിനാ? റുഖിയ്യ ഒരു കാലഘട്ടത്തിൽ വിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹദീസും കൂടി അതിന് തെളിവായിട്ട് ഉദ്ധരിക്കാം. അപ്പൊ ഈ ഹദീസ് ആരുദ്ധരിച്ചു? ജാബിർ റളിയല്ലാഹു ഉദ്ധരിച്ചു. ആരൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം. സ്വഹീഹ് മുസ്ലിം കിതാബുസ് സലാമില് 2199 ഹദീസായിട്ട് ഞാൻ ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. റുഖിയ്യ വിരോധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഹദീസ്. ഇനി ഒരു ഹദീസും കൂടി ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, കാനലി ഖാലുൻ, എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു. ഖാലിൽ അമ്മാവൻ, എനിക്കൊരു അമ്മാവൻ ഉണ്ടായിരുന്നു. എന്താ അമ്മാവന്? യർഖി മിനൽ അഖ്റബി. ആ അമ്മാവൻ തേള് കുത്തിയാലും മന്ത്രിച്ചു കൊടുത്തിരുന്നു. എന്റെ അമ്മാവൻ തേള് കുത്തിയാല് അമ്മാവൻ മന്ത്രിച്ചു കൊടുക്കും. ഫനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിർ റുഖാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖ നിരോധിച്ചു, മന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. രണ്ടാമത്തെ ഹദീസ്. അങ്ങനെ അമ്മാവൻ വന്നു നബിന്റെ അടുത്തേക്ക്. എന്നിട്ട് നബിനോട് ചോദിച്ചു, നബി നിങ്ങളെ പിന്നെ മന്ത്രം വിരോധിച്ചിട്ടുണ്ടെന്ന് കേട്ടല്ലോ, ഞാനിങ്ങനെ തേളൊക്കെ കുത്തിയാൽ ആളുകൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്ന ഒരാളാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ മറുപടി പറഞ്ഞതുപോലെ, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ഒരു ഉപകാരം ചെയ്തു കൊടുക്കല്ലേ, അത് നിങ്ങൾ ഉപകാരം ചെയ്തു കൊടുത്തോ എന്ന് പറഞ്ഞു. ഇത് ജാബിർ റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ആരെ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? മുസ്ലിം 2199 നമ്പർ തന്നെ ഹദീസ് കാണാം, കിതാബുസ് സലാമില്. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇനി വേറെയും ഹദീസുകളുണ്ട്, ഞാൻ അതിലേക്ക് പോണില്ല. അപ്പോ ഈ ഹദീസ് ഞാൻ എന്തിനുദ്ധരിച്ചതാ? റുഖിയ്യ ആദ്യ കാലഘട്ടത്തിൽ വിരോധിക്കപ്പെട്ടിരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിട്ടാ. പിന്നീട് അത് അനുവദിച്ചു. ഇനി ഇത് മാത്രല്ല, ഇനി വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാല്, നമ്മള് പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിന് വിരോധമൊന്നുമില്ല. ഇനി ഒരാൾ നമ്മുടെ സാന്നിധ്യത്തിലില്ല, നമ്മുടെ അടുത്തൊന്നും ഒരാളില്ല, ഒരാൾ നാട്ടില, ആ നാട്ടിലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? പ്രാർത്ഥനന്റെ കാര്യം എങ്ങനെയാണ്? ദുനിയാവിൽ എവിടെയാണ് ഒരാളുള്ളതെങ്കിലും ആ സഹോദരന് വേണ്ടിയിട്ട് നമുക്ക് അയാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷെ റുഖിയ്യന്റെ സ്ഥിതി അങ്ങനെയല്ല. റുഖിയ്യ എന്ന് പറയുമ്പോ അത് മന്ത്രിക്കുമ്പോ ആള് നേരെ നമ്മളെ മുന്നിലുണ്ടാണ്, മുബാശറയാണ്. മറ്റേ പരിപാടി ഇതിന് പറ്റൂല. അപ്പൊ പിന്നെ എങ്ങനെ ഇത് രണ്ടും ഒന്നാക്കണം? എന്തിനാ രണ്ടും ഒന്നാക്കാൻ മെനക്കെടുന്നു? ഈ പ്രാർത്ഥനയും ഈ മന്ത്രം കൂടി ഒന്നാക്കുന്നത് എന്തിനാ? അത് നമ്മളാരും ഒന്നാക്കാൻ പോണ്ട. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ദുനിയാവിൽ എവിടെ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ റുഖിയ്യ അങ്ങനെയല്ല, ആള് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം, അങ്ങനെ മന്ത്രിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്.
ആ റുഖിയന്റെ മൊത്തത്തില് എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി അതിന് വേണമെങ്കിൽ ഒരു തെളിവ് കൂടി ഞാൻ പറയാം.